ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിജയുടെ ഒരു ഫേസ് തന്നെയാണ് വരയ്ക്കാൻ പോകുന്ന ഔട്ട്ലൈന്. പാർട്ട് 1 ആയിട്ട് നമ്മൾ ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഇമേജ് അടുത്ത ദിവസം ഡ്രോയിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് ഔട്ട്ലൈൻസ് വരയ്ക്കേണ്ടതെന്നും എത്ര സെൻറ്റിമീറ്റർ A4 പേപ്പറിൽ എടുക്കണമെന്നൊക്കെയാണ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളാരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ലൈൻസ് വരയ്ക്കാനൊക്കെ ഉള്ള ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ആ ഒരു പേപ്പറിൽ തന്നെ നമ്മൾ ഇന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കണ്ണിൻ്റെ ഭാഗമാണ് വരച്ച് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് നിങ്ങൾ ആ ഭാഗം തന്നെ ആദ്യം തന്നെ വരച്ച് നോക്കുക. വരച്ച് നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വരച്ച് ആയിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത കോളംസ് നോക്കി ഓരോ പാർട്സും വരച്ച് പോയാൽ മതി. അപ്പോൾ തെറ്റിപ്പോകുന്ന ഏതാണോ ജസ്റ്റ് അത് മാത്രം ആദ്യം തന്നെ വരച്ച് തുടങ്ങുക. എനിക്ക് മിക്കപ്പോഴും വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് കണ്ണൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ മെയിൻലി ആദ്യം തന്നെ കണ്ണാണ് വരയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാനെന്തിനാ വെച്ചിട്ട് ഡ്രോയിങ് വീണ്ടും വീണ്ടും ഈ ചാനലിൽ ചെയ്യുന്നതെന്ന്. അതിന് കാരണം വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ ഓരോ വീഡിയോസും എടുത്ത് നോക്കുക. അപ്പം എനിക്ക് ഏറ്റവും വ്യൂ കിട്ടിയതും ഏറ്റവും റീച്ച് ആയിട്ടുള്ളതും വിജയുടെ ഡ്രോയിങ് ചെയ്യുമ്പോഴാണ്. അതെന്താണെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്ക് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം യൂട്യൂബ് ചാനലുള്ള ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വ്യൂ കിട്ടുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുക. അപ്പോൾ ആ ഒരു ഇത് കണ്ടുകൊണ്ടായിരിക്കും ഓരോരുത്തരും വീഡിയോ ഇടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വിജയുടെ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് 56K വ്യൂ വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെയാണ് എനിക്ക് അത്രയും വ്യൂ ആ ഒരു വീഡിയോയ്ക്ക് അത് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ ലോങ് വീഡിയോ ഇട്ടതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വീഡിയോയും അത് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് കയറി നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റായിട്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ ആക്ടേഴ്സിൻ്റെ ഡ്രോയിങ് ഉണ്ടാവും. പിന്നെ ഓരോന്നും ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി കളർ പെൻസിൽ ഡ്രോയിങ് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കൂടുതലും കളർ പെൻസിൽ ഡ്രോയിങ് ഇനി ഉൾപ്പെടുത്താം അതിൻ്റെ അകത്ത്. പിന്നെ പലരും കമൻറ്റ് ചെയ്ത് കാണാറുണ്ട് കണ്ണ് വരയ്ക്കുമ്പോൾ ശരിയാകുന്നില്ല, അല്ലെങ്കിൽ മൂക്ക് വരയ്ക്കുമ്പോൾ ശരിയാകുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഭാഗം മാത്രമായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ കണ്ണെങ്കിൽ നിങ്ങൾ കണ്ണ് മാത്രമായിട്ട് വരച്ച് പഠിക്കുക. മൂക്ക് തെറ്റിപ്പോണെങ്കിൽ മൂക്കിൻ്റെ ഭാഗം മാത്രമായിട്ട് വരച്ച് പഠിക്കുക. അത് ചെറുതായിട്ട് വലുതായിട്ടൊക്കെ വരച്ച് പഠിക്കുക. അതുപോലെ ഓരോ ആംഗിളിൽ നിന്നുള്ള വരച്ച് പഠിക്കുക. മൂക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നേരെ നോക്കുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ ആ ഒരു ഓരോ ഭാഗമായിട്ട് വരച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഫേസ് ഫുള്ളായിട്ടൊക്കെ വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ മുടി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നെങ്കിൽ നിങ്ങൾ മുടി മാത്രമായിട്ട് വരച്ച് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിപ്പം ചാനൽ വീഡിയോ ചെയ്യുമ്പോഴും ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ പാർട്ടും കണ്ടിട്ട് അത് ചെയ്ത് പോയാൽ മതി. കാരണം ഒന്നിച്ച് വരച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ വരച്ച് എടുക്കണമെന്നൊക്കെ. അപ്പം ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഓരോന്നും മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അതുപോലെ ഞാനിപ്പം ഫേസ് ഷെയ്ഡിങ്ങിനെ കുറിച്ചൊക്കെ ഓരോ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. എന്നാലും ഞാൻ റിപ്പീറ്റ് പിന്നീട് വരയ്ക്കുമ്പോഴാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോക്കകത്ത് നിങ്ങൾ പറയുമ്പോൾ അത്ര കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും അത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനും ഒക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഓരോ വീഡിയോക്കകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഞാൻ ഫേസ്ബുക്കിലൊരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾ ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വരച്ച പീസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് അയച്ചു തരിക. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് തെറ്റുകളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും.
പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും. പിന്നെ നമ്മുടെ ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇഷ്ടമായെങ്കിൽ ആ ഒരു വീഡിയോസ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏത് ടോപ്പിക്കാണ് ഞാൻ ചെയ്യണമെങ്കിൽ, അതായത് കൂടുതൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് ഏതാണ് ആവശ്യമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റായിട്ട് ചോദിക്കാം, അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.